പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി ഞാൻ കേരളത്തിൻ്റെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് നിറയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ നിറഞ്ഞ ഖജനാവിൽ നിന്ന് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഞാൻ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ കരുതിയിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബഡ്ജറ്റിൽ അങ്ങനെയുള്ള പുതിയ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെയും ഒക്കെ നികുതിയിൽ വരുമാനത്തിനപ്പുറത്തേക്ക്, ലോട്ടറി വരുമാനത്തിന് അപ്പുറത്തേക്ക്, അതുമല്ലെങ്കിൽ മദ്യ വരുമാനത്തിന് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കടമെടുക്കുന്നതൊഴിച്ച് വേറൊരു വരുമാന സ്രോതസ്സ് മുമ്പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അദാനി ആ പോർട്ടിനകത്ത് എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ ആർക്കെങ്കിലും ഈ സർക്കാരിനറിയാമോ? അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സർക്കാരിനറിയാമോ? അതിനകത്ത് സിമെന്റ് നിർമ്മിക്കുന്നുണ്ട്. കാരണം കടലോരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ചൈനക്കളൊക്കെ കിട്ടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തേക്ക് എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരിശോധന നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കരിമണൽ 10 മുതൽ 30 ലക്ഷം കോടി രൂപയുടെ ഉണ്ട്. ആരെങ്കിലും വിശ്വസിക്കുകയോ? 10 മുതൽ 30 ലക്ഷം കോടിയുടെ കരിമണൽ സമ്പത്ത് കരിമണലായിട്ട് മാത്രം ഉണ്ട്. അതുകൂടാണ്ട് റയർ എർത്ത് പ്ലസ് മോണസൈറ്റ് പ്ലസ് തോറിയം 20 മുതൽ 100 ലക്ഷം കോടിയുടെ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഏകദേശ കണക്കാണ്. ഇത് വിവിധ ആളുകളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് സർക്കാർ വീണ്ടും പഠിക്കണമല്ലോ. മിഷൻ സമുദ്ര വരുന്നതിന് മുമ്പായിട്ട് പരിശോധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമുക്ക് വെള്ളമിറക്കി നോക്കി നിൽക്കാം. അദാനിയുടെ സാധനം അവിടെ വന്നേക്കുന്നത്. അപ്പോൾ എനിക്കവിടെ ജോലി കിട്ടും. എനിക്കവിടെ കിട്ടുന്ന ജോലിയുടെ ശമ്പളം എത്രയായിരിക്കും? 30,000 കിട്ടുമായിരിക്കും, 40,000 കിട്ടുമായിരിക്കും, 50,000 കിട്ടുമായിരിക്കും, പോട്ടെ 1 ലക്ഷം കിട്ടുന്നതായിരിക്കും. ഈ 1 ലക്ഷം കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുന്നത്? എങ്ങനെയാണ് മെച്ചപ്പെടുക? അത് പറയൂ. അപ്പോൾ നമ്മളുടെ സമ്പത്ത് നമുക്ക് പ്രകൃതി കനിഞ്ഞു തന്നിരിക്കുന്ന നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇത് വ്യാപകമായിട്ട് തന്നെ നമ്മളൊരു പ്രചരണം നടത്തേണ്ടതാണ്. നമസ്കാരം. പവർ ഫെയിലിയർ ആയതിനാൽ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ലോഞ്ചിലിരുന്ന് തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, സ്റ്റുഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല. എനിവേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ വളരെ സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തി ഞാൻ കേരളത്തിൻ്റെ പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് നിറയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ നിറഞ്ഞ ഖജനാവിൽ നിന്ന് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഞാൻ ഈ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ കരുതിയിരുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബഡ്ജറ്റിൽ അങ്ങനെയുള്ള പുതിയ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചൊക്കെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെയും ഒക്കെ നികുതിയിൽ വരുമാനത്തിനപ്പുറത്തേക്ക്, ലോട്ടറി വരുമാനത്തിന് അപ്പുറത്തേക്ക്, അതുമല്ലെങ്കിൽ മദ്യ വരുമാനത്തിന് അപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കടമെടുക്കുന്നതൊഴിച്ച് വേറൊരു വരുമാന സ്രോതസ്സ് മുമ്പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇളിക്കുന്നവന്മാരുണ്ടാവും, അതല്ലെങ്കിൽ പുച്ഛിക്കുന്നവന്മാരുണ്ടാവും, പരിഹസിക്കുന്നവന്മാരുണ്ടാവും, വലിയ ബുദ്ധിമാനാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന പമ്പര വിഡ്ഢികളുണ്ടാവാം. നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ 3 കൊടികളാണുള്ളത്. ഒന്ന് ചെങ്കൊടി, മറ്റൊന്ന് ത്രിവർണം, മറ്റൊന്ന് കാവി. പിന്നെ ഇടയ്ക്ക് ചില കേരള കോൺഗ്രസിൻ്റെ കൊടികളുണ്ട്, മറ്റു പല പാർട്ടികളുടെയും ചില കൊടികളുണ്ട്. ഈ കൊടിക്കും പാർട്ടിക്കും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു തലമുറയാണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. കേരളത്തെ പോലെ ഇത്ര ധാതു ലവണങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ധാതു ലവണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വമ്പൻ കോർപ്പറേറ്റുകളെ ഇപ്പോൾ കേരളത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ ഞാൻ ചക്കിട്ടുംപാറയിലെ യുറേനിയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചക്കിട്ടംപാറയിൽ 2014-15 കാലഘട്ടത്തിൽ അവിടെ ഇരുമ്പ് ഖനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തത്. എന്നാൽ ഈ MSPL എന്ന് പറയുന്ന കമ്പനി ശരിക്കും പറഞ്ഞാൽ അവർ പറയുന്ന അവർക്ക് 406 ഏക്കർ സ്ഥലത്ത് ഖനനം നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകി എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് 53 ഹെക്ടർ,
ഞാൻ ആദ്യം പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 406 ഏക്കർ അല്ല, 406 ഹെക്ടർ സ്ഥലമാണ് എന്നാണ് അവരുടെ അവകാശവാദം. പക്ഷേ 53 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് ഖനനം നൽകാനുള്ള ഒരു അനുമതി കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ MSPL നൽകിയിട്ടുള്ളത്. പക്ഷേ അന്നത്തെ സർക്കാർ ചില പാരിസ്ഥിതിക പ്രശ്നവും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ എതിർപ്പ് ഇതിനെയൊക്കെ തുടർന്ന് ആ പദ്ധതി പതുക്കെ സൈഡിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷവും ഈ 2025 അവസാനത്ത് അന്ന് ഫറൂഖ് എന്ന് പറയുന്ന, ഞാൻ ഇന്ന് ഈ രാവിലത്തെ വീഡിയോയ്ക്ക് പറഞ്ഞതാണ്, ഫറൂഖ് എന്ന് പറയുന്ന മംഗലാപുരത്തുള്ള വലിയ ബിസിനസ്സുകാരൻ ഈ പ്രൊജക്റ്റുമായിട്ട് വീണ്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള അദാനിക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ഈ പ്രൊജക്റ്റുമായിട്ട് സർക്കാരിൻ്റെ അടുക്കൽ വന്നുവെങ്കിലും പൊതുജനങ്ങളുടെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ പ്രൊജക്റ്റ് വേണ്ട എന്ന് വെച്ചിട്ട് സൈഡിലേക്ക് എടുത്ത് മാറ്റി വെച്ചത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 200 ലക്ഷം കോടി രൂപയുടെ ധാതു ലവണങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് സയന്റിഫിക്കലി പല ആളുകളും പഠിക്കുകയും അതിൻ്റെ രേഖകൾ കൃത്യമായിട്ട് പല IIT പ്രൊഫസേഴ്സിൻ്റെ കയ്യിലും പല ഗവേഷകരുടെ കൈകളിലും ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഞാൻ ഇന്ന് വരെ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്, എൻ്റെ ഈ വീഡിയോ കാണുന്നത് ഒരു വ്യക്തിയായിരിക്കാം. ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഈ ഒരു വീഡിയോ പങ്കുവെക്കണം എന്നുള്ളത് ചെറിയൊരു അഭ്യർത്ഥനയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ വരും തലമുറയ്ക്ക് സൗജന്യമായിട്ട് ഭക്ഷണം നൽകാൻ വേണ്ടി സാധിക്കുന്ന, അല്ലെങ്കിൽ സൗജന്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്ന, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമില്ലാതെ സൗജന്യമായിട്ട് നൽകാൻ സാധിക്കുന്ന വലിയ രീതിയിലുള്ളൊരു വരുമാന സ്രോതസ്സിലേക്കുള്ള വഴി തുറക്കലാണ് എൻ്റെ ഈ വീഡിയോ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ കൃത്യമായിട്ട് ബോധവാന്മാർ ആകാതെ ഇരുന്നാൽ 10,000-5,000 കോടി രൂപ മാത്രമായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുക. എന്നാൽ ഈ പറഞ്ഞ 200 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികൾ വന്ന് ഇവിടെ നിന്ന് നമ്മളെ കൊള്ളയടിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് നോക്കി നിൽക്കാൻ പറ്റും. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് അദാനി പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ പോർട്ടാണ്. മലയാളിക്ക് അവിടെ എന്ത് റോളാണുള്ളത്? വിഴിഞ്ഞം പോർട്ട് വന്നതുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു എന്ന് പറയുന്നു. മണ്ടന്മാരാണ്. ആ പ്രദേശവാസികളിൽ ആരെങ്കിലും അവിടെ പണിയെടുക്കുന്നുണ്ടോ? അവിടെ അവർക്ക് തൊഴിൽ ലഭ്യമാകണം എന്നുണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത് വെയർ ഹൗസുകൾ വരണമായിരുന്നു. അവിടെ എവിടെയെങ്കിലും വെയർ ഹൗസ് ഉണ്ടോ? അല്ലെങ്കിൽ അതിന് പറ്റിയ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടോ? ഞാൻ അതിലേക്കൊന്നും പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദാനി ആ പോർട്ടിനകത്ത് എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഇവിടെ ആർക്കെങ്കിലും ഈ സർക്കാരിന് അറിയാമോ? അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സർക്കാരിന് അറിയാമോ? അതിനകത്ത് സിമെന്റ് നിർമ്മിക്കുന്നുണ്ട്. കാരണം കടലോരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ചൈനക്കളൊക്കെ കിട്ടാൻ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തേക്ക് എന്തെല്ലാം നിർമ്മാണ പ്രവർത്തികൾ അതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരിശോധന നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പല പദ്ധതികളും നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് നോക്കി വെള്ളമൊലിപ്പിച്ച് നിൽക്കുന്ന നായ്ക്കളായിട്ട് നമ്മൾ മാറണമോ, അതോ ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു മലയാളിയാകണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അല്ലെങ്കിൽ ഈ കൊടിയും പിടിച്ച് മുദ്രാവാക്യവും വിളിച്ച് വഴിയരികിൽ പോയിരുന്ന എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് കുന്നായ്മ പറഞ്ഞ് ഒരു സിനിമ കണ്ട് റീൽസ് കണ്ട് ജീവിതം ഇങ്ങനെ കണ്ടു പൊയ്ക്കോളും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ സായിപ്പന്മാരെ വേണമെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന, അറബികളെ കൊണ്ടുവന്ന് ജോലി ചെയ്യാൻ സാധിപ്പിക്കുന്ന അതേ രീതിയിലുള്ള ധാതു ലവണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മിഷൻ സമുദ്ര വലിയ കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത്. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കളയാൻ വേണ്ടി പാടില്ല. ഞാനിപ്പോൾ ഈ ചക്കിട്ടംപാറയുടെ കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ചക്കിട്ടംപാറയിലെ യുറേനിയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്, സോളാർ പ്ലാന്റേഷൻസിനെ കുറിച്ച് പറയേണ്ടതുണ്ട്, നമ്മുടെ തീരദേശ മേഖലയിൽ നമുക്കുള്ള ധാതു ലവണങ്ങളുടെ ഒരു കപ്പാസിറ്റി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ ബോർഡിലേക്ക് നോക്കുക. 1 ഹെക്ടർ സ്ഥലത്ത് മൈനിങ് നടത്തിയാൽ എത്ര യുറേനിയം കിട്ടും എന്നുള്ളതാണ് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ ഖനനം നടത്തിയാൽ 250 ടൺ, 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 250 ടൺ യുറേനിയമാണ് ലഭിക്കുക 1 ഹെക്ടർ സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് 406 ഹെക്ടർ സ്ഥലത്ത് നമ്മൾ ഖനനം നടത്തി കഴിഞ്ഞാൽ, ഇത് ഏറ്റവും ചെറിയ കണക്കാണ് ഞാൻ പറയുന്നത്, ഈ 250 ടൺ എന്നുള്ളത് ഒരുപക്ഷെ 1000 ടൺ വരെ ആവാനായിട്ട് സാധ്യതകളുണ്ട്. നമുക്ക് 250 ടണ്ണിന്റെ വെച്ച് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. 250ന്റെ കണക്ക് വെച്ച് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മൊത്തം 406 ഹെക്ടർ സ്ഥലത്ത് നിന്ന് എത്ര മില്യൺ ടൺ
നമുക്ക് യുറേനിയം കിട്ടും എന്നുള്ളതാണ് ചോദ്യം. 5.3 കോടി ടൺ എന്ന് പറയുമ്പോൾ 53 മില്യൺ യുറേനിയം നമുക്ക് കിട്ടും. അവിടെ യുറേനിയം ഉണ്ടോ, അവിടെ ഈ അയണല്ലേ ഉള്ളത് എന്ന് ചില മണ്ടന്മാർ ചോദിച്ചേക്കാം. അവിടെ കൃത്യമായിട്ട് ചില ആളുകൾ നടത്തിയിട്ടുള്ള പഠനമുണ്ട്. ആ സയന്റിഫിക് ആയിട്ട് അവർ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ആവശ്യമെങ്കിൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ അവിടെ പഠനം വീണ്ടും നടത്തണം. അവിടെ നടത്തിയതിനു ശേഷം അവിടെ യുറേനിയമാണോ ഉള്ളത് അതോ അയൺ ആണോ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വരുത്തിയതിനു ശേഷം മാത്രമേ ഇനി ഒരു ഖനനാനുമതി അവിടെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനികൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നൽകാൻ പാടുള്ളൂ. ഇനി ഇതൊരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിന് തന്നെ രൂപീകരിച്ചുകൊണ്ട് അവിടെ അത് ഖനനം നടത്താലോ. ഖനനം നടത്താൻ വേണ്ടിയുള്ള ടെക്നോളജി നടത്താൻ വേണ്ടി എത്ര വിദേശ കമ്പനികൾ തയ്യാറായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനികൾ ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇതൊരു 1000 കോടിക്ക് അല്ലെങ്കിൽ 500 കോടിയുടെ മാത്രം ഒരു ചെറിയൊരു എമൗണ്ട് വാങ്ങിക്കുക, അത് വാങ്ങിക്കുമ്പോഴത്തേക്ക് വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മളെ സംബന്ധിച്ചിട്ട് അദാനി പോർട്ട് പോലെ ഈ വെള്ളം ഒലിപ്പിച്ച് നിൽക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ അത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ രീതിയിൽ രൂപീകരിക്കുകയും അതിൻ്റെ വരുമാനം പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെ കൈകളിലേക്ക് പോവുകയും ചെയ്യണം. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയാണ് ഞാൻ പറയുന്നത്. അതായത് 1 കിലോയ്ക്ക് ഏകദേശം 10,000 രൂപ വില വരുന്നുണ്ട്. 1 കിലോയുടെ കണക്കാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 5.3 കോടി ടൺ അല്ലെങ്കിൽ 53 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് 53,000 കോടി രൂപയുടെ യുറേനിയമാണ് അവിടെ ഉള്ളത്. അവിടെ നമ്മൾ വീണ്ടും അത് 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഒക്കെ വിൽക്കാൻ സാധിക്കുന്നതാണത്. അത്രയും ഡിമാൻഡ് ഉണ്ട് യുറേനിയത്തിന്. അപ്പോൾ നമ്മൾ ഈ 15,000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 79,500 കോടിയാണ്. 79.5K. ഇനിയിപ്പോൾ ന്യൂജന്റെ ഒരു ഭാഷയിൽ പറയാം 79.5K. ഇത് നിങ്ങൾ ബോധവാന്മാരാകണം എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. ഇത് കോർപ്പറേറ്റ് കമ്പനികൾ അടിച്ചുകൊണ്ട് പോകാൻ പാടില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ സംസ്ഥാന വ്യാപകമായ ഒരു ക്യാമ്പയിൻ നടക്കണം. അതും ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ തീരദേശത്തേക്ക് വരാം. തീരദേശത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ കരിമണലാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ താരം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധാതു ലവണങ്ങൾ, അതായത് സീ വെൽത്ത്, അതായത് നമ്മുടെ സമുദ്ര സമ്പത്തിൻ്റെ ഒരു ഏകദേശ മൂല്യം പറയാം. ഏകദേശ മൂല്യം മാത്രമല്ല ഞാൻ പറയുന്നത്. കരിമണൽ 10 മുതൽ 30 ലക്ഷം കോടി രൂപയുടെ ഉണ്ട്. ആരെങ്കിലും വിശ്വസിക്കുമോ? 10 മുതൽ 30 ലക്ഷം കോടിയുടെ കരിമണൽ സമ്പത്ത് കരിമണലായിട്ട് മാത്രം ഉണ്ട്. അതുകൂടാണ്ട് റയർ എർത്ത് പ്ലസ് മോണോസൈറ്റ് പ്ലസ് തോറിയം 20 മുതൽ 100 ലക്ഷം കോടിയുടെ ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഏകദേശ കണക്കാണ്. ഇത് വിവിധ ആളുകളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇതിനെക്കുറിച്ച് സർക്കാർ വീണ്ടും പഠിക്കണമല്ലോ. മിഷൻ സമുദ്ര വരുന്നതിന് മുമ്പായിട്ട് പരിശോധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമ്മുടെ കടൽ സമ്പത്തിൻ്റെ തീരദേശത്തിൻ്റെ മുഴുവൻ വെൽത്ത് അത് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടണം. മത്സ്യസമ്പത്ത് 8 മുതൽ 15 ലക്ഷം കോടി രൂപ വരെ എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ഓഫ് ഷോർ എണ്ണവാതക സാധ്യത, അത് സാധ്യത മാത്രമാണ്. സാധ്യതകളെ നമ്മൾ പരിശോധിക്കാതെ കളയുന്നതിനാണ് അവിടെ പറയുന്നത് 30 മുതൽ 80 ലക്ഷം കോടി രൂപ വരെയാണ്. അപ്പോൾ ആകെ സാധ്യത എന്ന് പറയുന്നത്, തീരദേശത്തെ ആകെ മൊത്തം സാധ്യത എന്ന് പറയുന്നത് 70 ലക്ഷം കോടി മുതൽ 225 ലക്ഷം കോടി വരെയാണ്. ഞാനിപ്പോൾ പറയട്ടെ, പാതിരാമണൽ ടൂറിസം പദ്ധതി അത് സ്വകാര്യ വ്യക്തിക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അവിടെ യുറേനിയത്തിൻ്റെ കണ്ടന്റുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പരിശോധന വേണ്ടേ? സ്വകാര്യവൽക്കരണത്തെ ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ സ്വകാര്യവൽക്കരണം നടത്തുന്ന സമയത്ത് 225 ലക്ഷം കോടി രൂപയുടെ മുതൽ 1000 കോടിക്കോ 2000 കോടിക്കോ പോകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം അദാനിക്ക് KSEBയുടെ ഒരു ടെൻഡറിങ്ങിൽ 3300 കോടി രൂപയ്ക്കാണ് പോയിരിക്കുന്നത്. നമ്മൾ പല വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സോളാർ പ്ലാന്റേഷൻസിന്റെ കുത്തവകയായിട്ടുള്ള അവകാശം ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് കൊടുക്കരുത്. അതിന്റെ യാതൊരുവിധ ബെനിഫിറ്റും നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാവില്ല എന്ന്. നമ്മുടെ ഈ പറഞ്ഞ സമുദ്ര സമ്പത്ത്, ഞാൻ ആ പദം തന്നെ ഉപയോഗിക്കുന്നത്, സമുദ്ര സമ്പത്ത്, ഈ സമുദ്ര സമ്പത്തിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം, ആ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ മിഷൻ സമുദ്ര എന്ന പദ്ധതിക്കയുടെ ടെൻഡറിങ് നടപടികളോ DPRO പോലും ആരംഭിക്കാൻ പാടുള്ളൂ. ഇപ്പൊ 400 കോടി രൂപയാണ് മിഷൻ സമുദ്രയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്, സമ്മതിക്കുന്നു. പക്ഷേ ടോട്ടൽ സമുദ്ര സമ്പത്തിന്റെ
കൃത്യമായ ഒരു ഓഡിറ്റിംഗ് നടത്താതെ, പരിശോധന നടത്താതെ 1000-2000 കോടി രൂപയ്ക്ക് ഇത് മൊത്തം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, സമുദ്രമാണ്, തുറമുഖമാണ് ഇപ്രാവശ്യത്തെ താരം. 17 മിനി പോർട്ടുകൾ, വിഴിഞ്ഞത്തെ അദാനി പോർട്ട്, പൊന്നാനി പോർട്ട്, ഇതെല്ലാം ഈ പറഞ്ഞ 1,00,000 കോടിയുടെ, അതായത് നമ്മുടെ വരും തലമുറ ലോകത്തെ അതിസമ്പന്നരായിട്ട് ജീവിക്കേണ്ട ആ ഒരു പണമാണ് ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സമ്പൽ സമൃദ്ധമാക്കാൻ സാധിക്കുന്ന അത്ര 1,00,000 കോടി രൂപയാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാൻ ആദ്യം പറഞ്ഞു ചക്കിട്ടമ്പാറയിലെ കാര്യം പറഞ്ഞു, അതിനുശേഷം ഞാൻ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഈ സമുദ്ര സമ്പത്തിനെ കുറിച്ച്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് നമ്മൾ പോകും. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രതികരണശേഷി ഇല്ലാത്തവരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് വെള്ളമിറക്കി നോക്കി നിൽക്കാം, അദാനിയുടെ സാധനം അവിടെ വന്നേക്കുന്നത്, അപ്പോൾ എനിക്കവിടെ ജോലി കിട്ടും. എനിക്കവിടെ കിട്ടുന്ന ജോലിയുടെ ശമ്പളം എത്രയായിരിക്കും? 30,000 കിട്ടുമായിരിക്കും, 40,000 കിട്ടുമായിരിക്കും, 50,000 കിട്ടുമായിരിക്കും, പോട്ടെ 1,00,000 കിട്ടുമായിരിക്കുക. ഈ 1,00,000 കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ഒരു സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുന്നത്? എങ്ങനെയാണ് മെച്ചപ്പെടുക? അത് പറയൂ. അപ്പോൾ നമ്മളുടെ സമ്പത്ത് നമുക്ക് പ്രകൃതി കനിഞ്ഞു തന്നിരിക്കുന്ന നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇത് വ്യാപകമായിട്ട് തന്നെ നമ്മളൊരു പ്രചരണം നടത്തേണ്ടതാണ്, വ്യാപകമായിട്ടൊരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക, സർക്കാരും പൊതുസമൂഹവുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ സമുദ്ര സമ്പത്തിന്റെ കാര്യത്തിൽ, മിഷൻ സമുദ്രയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്, പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ഇതും കൂടെ ഞാൻ പറയാം ഈ കൂടുതൽ. കേരളത്തിലെ ഈ ഹെവി മിനറൽസ് ആൻഡ് സാൻഡ്, അതായത് നമ്മുടെ തീരദേശങ്ങളിലുള്ള ധാതു ലവണങ്ങളുടെ ഒരു കണക്ക് കൂടി നമുക്ക് ലഭ്യമാണ്. അതായത് ഇൽമനൈറ്റ് 144.02 മില്യൺ ടണ്ണാണ് കേട്ടോ പറയുന്നത്. റൂട്ടൈൽ 8.74 മില്യൺ, ല്യൂക്കോക്സിൻ 8.23, മോണോസൈറ്റ് 1.84, സിർക്കോൺ 7.96 മില്യൺ, ഗാർനെറ്റ് 7.38, സിലിമനൈറ്റ് 64.72. ആകെ ഹെവി മിനറൽ ആൻഡ് സാൻഡ് എന്ന് പറയുന്നത് 242.88 എൻ്റെ പൊന്നു മുഖ്യമന്ത്രി, ഈ തീരദേശം മാത്രം പോരെ? നമ്മുടെ കടം എത്രയാണ്? 5,00,000 കോടിയല്ലേ? ഈ 5,00,000 കോടിയുടെ എത്ര ഇരട്ടിയാണ്? 40 ഇരട്ടിയാണ് ഈ കടലിൽ കിടക്കുന്നത്. പ്രകൃതിക്ക് ദോഷം വരാതെ നമ്മുടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്കും അല്ലെങ്കിൽ തീരത്തിനും പ്രശ്നം സംഭവിക്കാത്ത രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കണം. പക്ഷെ അത് അദാനിക്കോ അംബാനിക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികൾക്കോ തീരെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെങ്കിൽ അത് ശക്തമായിട്ട് തന്നെ ഇവിടെ എതിർക്കപ്പെടേണ്ടതുണ്ട്. ഇത് കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് വേർത്ത് കുളിക്കുന്ന കണ്ടല്ലോ, സത്യമായിട്ടും കറണ്ടില്ല. അതായത് അരമണിക്കൂർ കൂടുമ്പോൾ കറണ്ട് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ട്രിപ്പ് ആവുന്നതല്ല, ഇത് പവർ ഫെയിലിയർ ആണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ UDF വന്നിട്ടാണെങ്കിൽ ഈ വീഡിയോക്കിടി പറയുമായിരിക്കും ഇത് LDF ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വം ഇത് പവർ ഫെയിലിയർ ആക്കുന്നതാണെന്ന്, ജനങ്ങളെ എതിരാക്കാൻ. വിഡ്ഢിത്തരൊക്കെ വിളിച്ച് കൂവല്ലേ. അടുത്തത്, നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം വൈദ്യുതി ഉപഭോഗം എത്രയാണ്? 2,758 കോടി യൂണിറ്റാണ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് 50 യൂണിറ്റ് വരെ 3.25 രൂപ മുതൽ 3.35 രൂപ വരെയാണ് സർക്കാർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. 51 മുതൽ 100 യൂണിറ്റിന് 4 രൂപ മുതൽ 4.25 ചെയ്തുകൊണ്ടിരിക്കുന്നത്. 101 മുതൽ 150 വരെയുള്ളത് സ്ലാബ് വൈസാണ്. 5.10 പൈസ തുടങ്ങി 5.35 വരെയാണ്. 5 രൂപ 35 പൈസ. 151 മുതൽ 200 യൂണിറ്റിന് 6 രൂപ 95 മുതൽ 7 രൂപ 20 വരെയാണ്. 201 മുതൽ 250 യൂണിറ്റ് വരെ അത് 8.20 പൈസ മുതൽ 8 രൂപ 50 വരെയാണ്. 250 മുകളിൽ 6 രൂപ 75 മുതൽ 9 രൂപ 20 വരെയാണ്. അപ്പോൾ എത്ര വില കൂടുതലാണെന്ന് നോക്കിയത്, എത്ര വില കൂടുതലാണ്. ഇതിന് നമ്മുടെ ഭാഗത്ത് സൊല്യൂഷൻ ഇല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് ഒഴിഞ്ഞു കിടക്കുന്ന എത്രത്തോളം സ്ഥലങ്ങളുണ്ട്. ഞാനൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് 5 ഏക്കർ സ്ഥലത്ത് നമ്മൾ സോളാർ പ്ലാന്റേഷൻ സ്ഥാപിച്ചു എന്ന് പറയുക, അല്ലെങ്കിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചു എന്ന് പറയുക. ഇവിടെ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് 14 മുതൽ 18 ലക്ഷം വരെ യൂണിറ്റ് വൈദ്യുതിയാണ്.
14 ലക്ഷം മുതൽ 18 ലക്ഷം വരെ യൂണിറ്റ് വൈദ്യുതിയാണ് നമുക്ക് 5 ഹെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇത് KSEB എത്ര രൂപയ്ക്കാണ് നമ്മുടെ കയ്യിൽ വാങ്ങാൻ തയ്യാറായിട്ടുള്ളത്? അല്ലെങ്കിൽ മറ്റേത് ഏജൻസി വന്നാലും, ഇപ്പോൾ KSEBക്കല്ല മറ്റേ ആരെങ്കിലും ഇപ്പോൾ അദാനിയെ പോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ വാങ്ങട്ടെ. അപ്പോൾ KSEB വാങ്ങിക്കൊണ്ടിരിക്കുന്ന 3 രൂപ 26 പൈസയ്ക്കാണ്. 14 ലക്ഷത്തെ പിടിച്ചാൽ മതി, 18 ലക്ഷത്തിലേക്കൊന്നും പോകണ്ട. അല്ലെങ്കിൽ 15 ലക്ഷം പിടി. 15 ലക്ഷം രൂപ ഇൻറ്റു 3.26, 45 ലക്ഷം രൂപയ്ക്ക് മേൽ 48 ലക്ഷം രൂപ എടുത്ത് വന്നില്ലേ? 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് 48 ലക്ഷം രൂപ ലഭിക്കുന്ന എന്ത് കൃഷിയാണുള്ളത്? എന്ത് കൃഷിയാണുള്ളത്? ഞാനിപ്പോൾ ഒരു ഏകദേശ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൊത്തം ഉപഭോഗം 2758 കോടി യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഈ 2788 കോടി യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 86,000 ഏക്കർ സ്ഥലത്ത് ചെയ്താൽ മതി. 86,000 ഏക്കർ സ്ഥലത്ത്. ഇവിടെ 5 ലക്ഷം ഏക്കർ സ്ഥലം ഇവിടെ ഈ ലീസിംഗ് പീരീഡ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പാട്ട എഗ്രിമെന്റിന്റെ സമയം കഴിഞ്ഞിട്ടും ഇവിടെ വിദേശ കുത്തക മുതലാളിമാരുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ള ആർജവം ഉണ്ടാവണ്ടേ? അത് തിരിച്ചു പിടിക്കാനുള്ള ആർജവം എന്താ ഉണ്ടാവാത്തത്? അപ്പോൾ 89,000 ഏക്കർ സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിച്ചാൽ അല്ലെങ്കിൽ സോളാർ പ്ലാന്റേഷൻ സ്ഥാപിച്ചാൽ നമ്മുടെ കേരളത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ കേരളത്തിലെ മുഴുവൻ സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള കുത്തവകാവകാശം ഏതെങ്കിലും ഒരു അദാനി ഗ്രൂപ്പിന് നൽകുകയോ അല്ലെങ്കിൽ ഒരു അംബാനി ഗ്രൂപ്പിന് നൽകുകയോ അല്ലെങ്കിൽ ഒരു കുത്തകയ്ക്ക് നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു 5,000 മാത്രം, 5,000 കോടിക്കോ 10,000 കോടിക്കോ ആയിരിക്കും ഒരു പക്ഷേ സർക്കാർ ഈ 2G ഒക്കെ ലേലം ചെയ്ത മാതിരി അല്ലെങ്കിൽ 4G ഒക്കെ ലേലം ചെയ്ത മാതിരി കൊടുക്കുന്നതെങ്കിൽ അത് സംസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് വരുത്തി വയ്ക്കുക. 89,000 സ്ഥാനത്ത് ഈ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനികൾ ഇവിടെ വന്നിട്ട് 2 ലക്ഷം ഏക്കർ 3 ലക്ഷം ഏക്കർ സ്ഥലത്തൊക്കെ ഇത് സ്ഥാപിക്കും. അതോടുകൂടി സംസ്ഥാനത്തിന് വേണമെങ്കിൽ സൗജന്യമായിട്ട് വൈദ്യുതി നൽകാനും സാധിക്കും. അതിൻ്റെ 2 ഇരട്ടി ലാഭം അവരുടെ പെട്ടിയിൽ വീഴുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ പ്രിയപ്പെട്ട മലയാളികൾ, ഞാൻ ഈ പറയാനത് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു ക്യാമ്പയിനായിട്ട് കേരളത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. അതായത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിൻ്റെ കുത്തക അവകാശം കണ്ടീഷനുകൾ ഉണ്ടാവണം, ജനത്തിന് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട കേരളത്തിലെ മലയാളികളോട് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ തീരദേശം മിഷൻ സമുദ്രയ്ക്ക് വേണ്ടിയിട്ട് 400 കോടി മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ സമുദ്ര സമ്പത്തിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം ഉണ്ടാവണം. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ഏത് രീതിയിൽ എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതിനെക്കുറിച്ച് സർക്കാർ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. 200 ലക്ഷത്തോളം കോടി രൂപ വരുമാനം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമുദ്ര സമ്പത്ത് നമുക്കുണ്ട്. നമ്മുടെ കുട്ടികൾ VD സതീശനായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ പറയുന്ന പോലെ ഈ കൊച്ചു കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കും. വിദേശ വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുക മാത്രമല്ല അവർക്കിവിടെ തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇതിനെ വേണമെങ്കിൽ ഒരു സിംഗപ്പൂരാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് താങ്കളുടെ ബഡ്ജറ്റിൽ ഈ സമുദ്രത്തിൽ നിന്ന് ഇത്ര ലക്ഷം കോടിയുടെ വരുമാനം നമുക്ക് ലഭിക്കും, നമ്മൾ അതിസമ്പന്നതയിലേക്ക് പോവുകയാണ് എന്ന ഡയലോഗാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതിപ്പോൾ പൊതുജനങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സംശയങ്ങൾ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ അത് അവരുടെ പ്രീതി പിടിച്ചു പറ്റിയതിനു ശേഷം ഈ സമുദ്രം മറ്റാർക്കോ കുത്തകപ്പാട്ടത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ടാണ് ഇതുപോലൊരു ബോധവൽക്കരണ ക്യാമ്പയിൻ സംസ്ഥാനത്ത് ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, സൗജന്യമായിട്ട് ഭക്ഷണം നൽകാൻ സാധിക്കും, സൗജന്യമായിട്ട് ഭവനമില്ലാത്തവന് ഭവനം നൽകാൻ സാധിക്കും, സൗജന്യമായിട്ട് ആരോഗ്യ ചികിത്സ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സംസ്ഥാനം സമർത്ഥമാകും. പക്ഷേ കുത്തകകളെ ഒരു കാരണവശാലും നമ്മൾ അധികമായിട്ട് പ്രൊമോട്ട് ചെയ്യരുത്. സ്വകാര്യവൽക്കരണം നല്ലതാണ്. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് നമ്മുടെ സ്ഥലമല്ലേ? കേരള സർക്കാരിൻ്റെ സ്ഥലത്ത് അദാനി വന്ന് എയർപോർട്ട് കെട്ടിയിട്ട് പോകുന്നു. അതിനുശേഷം അതിൽ അദാനി എയർപോർട്ട് എന്ന് എഴുതി വെക്കുന്നു. അതുകൊണ്ടാണ്ട് നമ്മളുടെ തീരദേശം വിട്ടുകൊടുക്കുന്നു. അവിടെ അദാനി വന്ന് പോർട്ട് പണിയുന്നു. എന്നിട്ട് അവിടെ അദാനി പോർട്ടെന്ന് എഴുതി വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ന് പറഞ്ഞ പോലെ മിഷൻ സമുദ്ര അദാനി സമുദ്രമായിട്ട് മാറാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോർപ്പറേറ്റ് സംഭവമായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട മലയാളികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, കൃത്യമായിട്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മുടെ
വിവിധ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. കൃത്യമായിട്ട് നിങ്ങളൊരു പഠനം നടത്തിയതിന് ശേഷമെങ്കിലും ഈ ഒരു വിഷയത്തിൽ ശക്തമായൊരു പ്രതികരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതൊക്കെയായാലും ഞാൻ ചെറുതായിട്ടുള്ള രീതിയിൽ ഇതിനൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നുണ്ട്. ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ അടുക്കൽ വരും. ഇതിനിടയിൽ വന്ന് തെറി പറയുന്നവന്മാരോട് പറയാനുള്ളത്, ഇനിയെങ്കിലും നീയൊക്കെ കണ്ണു തുറന്ന് ലോകത്തേക്ക് നോക്കിയില്ലെങ്കിൽ നിൻ്റെയൊക്കെ വിധി ഇത് തന്നെയായിരിക്കും. ഈ ഗട്ടറുള്ള റോഡുകൾ, അതോടൊപ്പം തന്നെ ഈ പവർ ഫെയിലിയർ ആയിട്ട് പോകുന്ന മറ്റേ ഈ ചൂടത്ത് നമ്മൾ വേർത്തൊലിച്ചിരിക്കേണ്ടി വരുന്ന ഗതികേട്, ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കേണ്ടി വരുന്ന ഗതികേട്, ആശുപത്രിയിൽ പോയി നിലത്ത് കിടക്കേണ്ടി വരുന്ന ഗതികേട്, അതുകൂടാതെ തന്നെ നമ്മളുടെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനോ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ ഒക്കെ നടത്തേണ്ട സമയത്ത് പൈസ ഇല്ലാതെ തെണ്ടി നടക്കേണ്ട ഗതികേട്, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പണമില്ലാതെ തെണ്ടി നടക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നമ്മളുടെ നല്ല നല്ല എൻജോയ്മെൻറ്റ്, എത്ര ഈ ലോകത്ത് എന്തെല്ലാം സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് പോകാത്തത്? 60-70 വയസ്സ് നമ്മൾ ജീവിക്കും. അതിനുശേഷം പിന്നീട് എന്താ സംഭവിക്കുക? നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ കിടക്കുന്നു. കേരളത്തിന് പുറത്തേക്ക് പോകാത്ത എത്ര ആളുകളുണ്ട്? എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്ക് പോകാത്ത എത്ര ആളുകളുണ്ട്? നിങ്ങൾക്ക് ലോകത്തേക്ക് മുഴുവൻ പറക്കാൻ സാധിക്കും. പക്ഷേ അതിന് പറ്റി അത്രയും സമ്പത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർക്കും കോർപ്പറേറ്റുകൾക്കും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഈ സമ്പത്തിനെ വിട്ടുകൊടുക്കരുത് എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. തെറി പറയേണ്ടവർ തെറി പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ. നോ പ്രോബ്ലം.